പാൻഡൂരിയായത് ആ രംഗമൊക്കെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആടിനെയൊക്കെ പാമ്പ് കടിച്ച് കൊല്ലുമായിരുന്നു. അപ്പോൾ അതുപോലൊരു പാമ്പ് എന്നെയും കടിച്ച് കൊല്ലട്ടെന്ന് പറയാൻ താഴെ കിടന്നിട്ടും ആ പാമ്പിന് പോലും എന്നെ വേണ്ട. അപ്പോഴും എനിക്കൊരു ജീവിതം ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതിനകത്ത് ഏറ്റവും തീക്ഷ്ണമായ ഒരു സീനെന്ന് പറയുന്നത് ആട്ടും കുട്ടിയുടെ പുരുഷത്വം ഛേദിക്കുന്ന ഒരു സീനുണ്ട്. എന്നോട് പറഞ്ഞത് ഞാൻ ചിത്രീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പുസ്തകത്തിലുണ്ടായിരുന്നു, അതായത് ആടുമായിട്ട് ലൈംഗിക ബന്ധത്തിലെ അതാണ് ഞാൻ പറഞ്ഞത്. സെൻസർ കാരണം അത് നമ്മൾ ചിത്രീകരിക്കുകയും പടത്തിലുണ്ടായാലും ചെയ്തതാണ്. ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആ സിനിമയുടെ ആത്മാവിനെ ആത്മാവാണ്. പക്ഷെ സെൻസർ ബോർഡിന് അതറിയില്ലല്ലോ. നജീബ് മരുഭൂമിയിൽ എത്രത്തോളം ഏകാന്തതയും ഒറ്റപ്പെടലും സങ്കടവും അനുഭവിച്ചു, അതുപോലെ തന്നെ വീടിനുള്ളിൽ ഇരുന്ന് നീറി നജീബിൻ്റെ ജീവിതം ചിലപ്പം അപൂർവം പ്രവാസികളായിരിക്കും അനുഭവിക്കുന്നത്. പക്ഷേ സൈനുവിൻ്റെ ജീവിതം ഗൾഫിലേക്ക് പോയ ഓരോ ഭർത്താക്കന്മാരുടെയും ഭാര്യമാർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ പിന്നെ മരുഭൂമി കടന്ന് ഞാൻ സ്വന്തമായി ഇത് നാട്ടിലും അതേപോലെ തന്നെ എൻ്റെ ഭവ്യത്വം അനുഭവിച്ചു. പളനിസ്വാമി എന്ന് പറയുന്ന ആൾ ദീർഘകാലം ഉണ്ടായിരുന്നു. പുള്ളി തമിഴ് കംപ്ലീറ്റ് മറന്നുപോയി എന്നാണ്. നജീബ് വളരെ കുറച്ച് കാലം ഉള്ളതെന്നുകൊണ്ട് 3 വർഷമൊക്കെ ഉള്ളായിരുന്നുകൊണ്ടാണ് ഭാഷയോട് ബന്ധം പറഞ്ഞത്. നമ്മൾ ആരോടും സംസാരിക്കാനില്ലാതെ നമ്മളൊരു മുറിക്കകത്ത് 3 ദിവസം അടച്ചിരുന്നാൽ മതി, നമ്മൾ വീർപ്പ് മുട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. തിയേറ്ററിലിരുന്ന് പല നേരം വിങ്ങുകയും. പക്ഷേ ഞാനും അവിടെ നിന്ന് കരഞ്ഞു പോയി ഇത് കാണുമ്പം തന്നെ. കാരണം ഞാൻ അവിടുന്ന് അനുഭവിച്ച ആ ഒരു അവസ്ഥകളെക്കുറിച്ച് തന്നെ ആയിരുന്നു ആദ്യം മുതലേ കാണിക്കുന്നത്. ഇന്നിപ്പോൾ പൃഥ്വിരാജ് സാറ് പിന്നെ കാല് നടക്കാൻ മേലെ പോകുന്നുണ്ടല്ലേ, അതേ അവസ്ഥ തന്നെ ആയിരുന്നു. 16 വർഷക്കാലമായി ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സിനിമ മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് അതിന് പിന്നാലെ അലയുന്നതിൻ്റെ ഒരു അധ്വാനം. പൃഥ്വിരാജിനെ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ശരീരം പോലും പരീക്ഷണത്തിന് കൊടുത്തിട്ടുള്ള സമർപ്പണം, എ.ആർ. റഹ്മാനെ പോലെ ഒരാളുടെ കടന്നുവരവ്, അങ്ങനെ എല്ലാം കൊണ്ടും ഇങ്ങനെ ത്യാഗം സഹിച്ച് ഇത്രയധികം അർപ്പണത്തോടുകൂടി നിന്നവരുടെ പേരിലാവുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഞാൻ ഈ അവസരത്തിൽ നജീബ് ഖാനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ നിൽക്കാൻ പറ്റുമ്പോൾ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് രണ്ടുപേരും കിട്ടിയില്ല. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ആടുജീവിതം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ബെന്യാമിൻ ആൻഡ് നജീബ്. സ്വാഗതം. താങ്ക് യു. ഞാൻ ഇപ്പോൾ സിനിമ കണ്ടിട്ട് വരുന്ന വഴിയാണ് സർ. നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ, അതായത് കുറച്ച് വർഷങ്ങളായിട്ട് ആടുജീവിതം നമ്മുടെ ഉള്ളിലേക്ക്, മലയാളികളുടെ എല്ലാം മനസ്സിലേക്ക് ഇങ്ങനെ ഒരു വികാരമായിട്ട് മാറിയിരിക്കുകയാണ്. പല എക്സ്പെക്റ്റേഷൻസും ഉണ്ട്. ഇങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പിലാണ് ഇത് പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മൾ വായിച്ച ഒരു ആടുജീവിതമുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നൊക്കെയുള്ളൊരു എക്സ്പെക്റ്റേഷനോടുകൂടിയാണ് നമ്മൾ തിയേറ്ററിൽ പോകുന്നത്. അപ്പോൾ അത്രത്തോളം ഹൈപ്പിൽ അത് നിന്നാൽ പോലും എനിക്ക് തോന്നുന്നത്, ഞാൻ ആ തിയേറ്ററിൽ ഇരുന്നപ്പോൾ ആ ഒരു സിനിമയുടെ വിജയം എന്ന് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. അതായത് ആ സിനിമയിൽ പൃഥ്വിരാജിൻ്റെ നജീം എന്ന ക്യാരക്ടർ അവസാനം നടക്കുന്ന ഒരു സമയമുണ്ട്. അതായത് ഒരുപാട് ക്ഷീണിതനായിട്ട് കാലുകൾ ഒട്ടും പറ്റാതെ ആ മരുഭൂമി കൂടെ നടക്കുന്ന ഒരു യാത്രയുണ്ട്, ഒരു അടി പോലും മുമ്പോട്ട് വയ്ക്കാനാവാതെ. ആ സമയത്തൊക്കെ നമ്മൾ ഓരോരുത്തരും നജീബായിട്ട് മാറുകയാണ് ചെയ്തത്. അതായത് നമ്മളും ആ തിയേറ്ററിലേക്ക് ആ ഇമോഷൻസ് ഉൾക്കൊണ്ട് നമ്മൾ കാലുകൾ ചലിപ്പിക്കാൻ നോക്കുകയാണ്. കാരണം പൃഥ്വിരാജിന് ആ നജീബിന് മുമ്പോട്ട് കാലുകൾ വെക്കാൻ പറ്റുന്നില്ല ഒരു സമയത്ത്. അപ്പം നമ്മളാണ് അത് മുമ്പോട്ടേക്ക്, നമ്മളെ ആ ഇമോഷൻസ് നമ്മളിലേക്ക് വന്നിട്ട് നമ്മൾ ആ കാലുകൾ മുമ്പോട്ട് വെക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. കാരണം ആ ഇമോഷൻസ് നമ്മൾ അത്രയും ഉൾക്കൊണ്ടു. എനിക്കതാണ് തോന്നിയത് ആ സിനിമയുടെ വലിയ വിജയമായിട്ട്. സിനിമ ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷം. ഇപ്പോൾ തിയേറ്റർ വിട്ട് ഇത്രയും നേരം വന്നിട്ടും ഈ സിനിമയുടെ പ്രോസസ്സിനൊപ്പം പല നേരങ്ങളിൽ നമ്മൾ ഉണ്ടാകുകയും ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലൊക്കെ സിനിമ കാണുകയൊക്കെ ചെയ്തിട്ട് പോലും തിയേറ്ററിലിരുന്ന് പല നേരം വിങ്ങുകയും കരയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം മനോഹരമായി പൃഥ്വിരാജ് അത് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് വിങ്ങൽ മാറുന്നില്ല. അപ്പോൾ നജീബ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എത്ര മനോഹരമായി അദ്ദേഹം കൺവേ ചെയ്തിരിക്കുന്നു, ഉൾക്കൊണ്ടിരിക്കുന്നു, അവതരിപ്പിച്ചിരിക്കുന്നു. ബ്ലെസ്സി സാർ എത്ര മനോഹരമായി അതിൻ്റെ ഓരോ സീക്വൻസും കൊണ്ടുപോയിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ എന്തായിരുന്നു ആ ഹൈപ്പിന് കാരണം എന്ന് നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായിട്ടും പലരും പറയുകയുണ്ടായി, സോഷ്യൽ മീഡിയയിൽ ധാരാളമായ ഹൈപ്പുണ്ട്, ഇത്ര ഹൈപ്പ് വരുന്ന സിനിമകൾ പൊതുവേ അങ്ങനെ വിജയിക്കാറില്ല, നമ്മളെ തൃപ്തിപ്പെടുത്താറില്ല എന്നാണ്. അതിൻ്റെ ഭയം നമ്മൾക്കും ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്തത്ര ഹൈപ്പ് പാട്ടിനെ സംബന്ധിച്ചുണ്ടായി. ഇപ്പോൾ ആദ്യ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ തൊട്ടേ ഉണ്ടായി.
അതൊന്നും നമ്മുടെ പ്രതീക്ഷയ്ക്ക് നമ്മളുണ്ടാക്കിയ ഹൈപ്പല്ല. അത് തന്നെ നമ്മളെയും ഭയപ്പെടുത്തിയിരുന്നു. ഇത് പ്രതീക്ഷയ്ക്ക് ആൾക്കാർ അതിനകം പ്രതീക്ഷിക്കുന്നു. പക്ഷേ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയ ഓരോരുത്തരും നമ്മളോട് പങ്കുവച്ചത് ഈ നിമിഷം വരെയും ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് സിനിമാ പ്രവർത്തകരുണ്ട്, സാധാരണക്കാരായുണ്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്നുണ്ട്. ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ തൃപ്തിപ്പെടുത്തി, പുസ്തകത്തിന് ഞങ്ങൾ അനുഭവിച്ചത് എന്താണോ അതിൻ്റെ മുകളിൽ അനുഭവിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ്റെ വിജയം തന്നെയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമാണ്. അതായത് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പുസ്തകം വായിച്ച ഒരാളാണ്. ആ സമയത്ത് ഞാൻ എന്ത് പുസ്തകം വീട്ടിൽ കൊണ്ടുവന്നാലും അമ്മയും അത് എടുത്ത് മറിച്ച് നോക്കാറുണ്ട്. അപ്പം ഞാനത് പുസ്തകം കംപ്ലീറ്റ്ലി വായിച്ചു തീർത്തു. അത് കുറച്ച് സമയം എടുത്തിട്ടാണ് വായിച്ചത്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഒരു 2-3 പേജിനപ്പുറത്തേക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അമ്മ എന്നോട് പറഞ്ഞത് എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല. ഓരോ തവണ ശ്രമിക്കുമ്പോഴും ആ ഒരു ഇമോഷൻസ് ഉൾക്കൊണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾക്ക് സിനിമ കാണുമ്പോഴും ആ ഒരു ആസ്വാദനം തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പല സമയത്തും എനിക്ക് ആ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേന് എൻ്റെ കണ്ണ് നിറയാതെ പല സിറ്റുവേഷനിൽ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നജീമിക്ക, നമ്മൾ ആ പുസ്തകത്തിൽ കുറേ കാര്യങ്ങൾ വായിച്ചറിഞ്ഞു, സിനിമയിൽ കുറേ കൂടെ വേറെ വിഷ്വലി നമ്മൾ കണ്ടു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ നജീബക്കയുടെ ഒരു ജീവിതവുമായിട്ട് എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് ഈ 2 കാര്യങ്ങളും? പരിപൂർണമായിട്ടും ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഇപ്പം പൃഥ്വിരാജ് സാറ് ഈ സിനിമയുടെ കാണിച്ചത്. പക്ഷേ ഞാനും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ഇങ്ങനെ ഇത്രയും ആയിട്ടൊക്കെ അഭിനയിക്കുമെന്നൊക്കെ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഞാനും അവിടെ നിന്ന് കരഞ്ഞു പോയി ഇത് കാണുമ്പം തന്നെ. കാരണം ഞാൻ അവിടെ നിന്ന് അനുഭവിച്ച ആ ഒരു അവസ്ഥകളെക്കുറിച്ച് തന്നെ ആയിരുന്നു ആദ്യം മുതലേ കാണിക്കുന്നത്. അപ്പോഴെനിക്ക് എൻ്റെ മനസ്സിങ്ങനെ വിങ്ങി പൊട്ടുവാണ്. പിന്നെ സന്തോഷമുണ്ട്, കാരണം ഈ പടം വിജയിക്കണ്ടേ. അതുകൊണ്ട് പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത രീതിയായിരുന്നു. കാരണം ആ പാൻറ്റൂരിയ ഇത് ആ രംഗമൊക്കെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നല്ലതുപോലെ അഭിനയിച്ചത്. അതെ അതെ, നമുക്ക് അതിനകത്തൊരു സീൻ കാണുമ്പോൾ വീണ്ടും വിഷമം തോന്നുന്നത് ആ കഴുകനൊക്കെ കൊത്തി വലിക്കുന്ന സീനുണ്ട്. അത് ശരിക്കും വളരെ നടന്നൊരു സംഭവം തന്നെ ആയിരുന്നില്ലേ? അതോ നമ്മൾ ആ ഒരു ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഒരു അത്രയ്ക്ക് ഇതായിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു കഥ പറഞ്ഞു കൊടുത്താൽ ആ കഥ തന്നെ എടുത്ത് വെച്ചാലൊന്നും സിനിമ വിജയിക്കത്തില്ലല്ലോ. അപ്പം അതിനകത്ത് എന്തെങ്കിലും ഇച്ചിരിയൊക്കെ കൊടുത്താലേ പറ്റൂ. അപ്പം അങ്ങനെ കൊടുത്തതേ ഉള്ളൂ. ഇത് ഇപ്പോൾ ഒരുപാട് തവണ കണ്ടു കാണും. ഇന്നും നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കണ്ടു, ഇതിന് മുമ്പും നജീബ് കണ്ടു കാണും, ഇത് മുമ്പും കണ്ടു കാണും. അപ്പം ആ സമയത്ത് ഉണ്ടായിരുന്നൊരു വികാരം എന്തായിരുന്നു? ഞാനിവിടെ ഇതിൻ്റെ ഇവിടെ ആയിരുന്നത് അങ്കമാലി വെച്ച് ഇതിന് ആ ഒരു ഷോട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോഴ് ഞാനന്ന് അവിടെ ആ മരുഭൂമി കിടന്നിട്ട് എൻ്റെ സഫിയത്തി എന്ന് വിളിക്കുന്ന ഒരു വിളി, ഇപ്പം പൃഥ്വിരാജ് സാറിൻ്റെ സെയ്നു എന്നാ വിളിക്കുന്ന ഒരു വിളി എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഫീൽ ചെയ്ത് പോയി. അന്ന് ഞാനത് കണ്ടപ്പോൾ തന്നെ ഇതുപോലൊക്കെ അഭിനയിച്ചല്ലോ എന്നൊക്കെ ഓർത്ത് എനിക്കത് 2 വാക്കാ സ്റ്റേജിൽ കയറി പറയാനുള്ള ഒരു മനസ്സ് വന്നില്ല. കാരണം അന്ന് ആ ഫീലിംഗ് മാത്രം എൻ്റെ മനസ്സിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്നിത് കണ്ടപ്പോഴും നല്ല രീതിയിൽ അഭിനയിച്ചേക്കുന്നത്. ആ ഒരു മരുഭൂമിക്കുള്ള ഒരു പ്രയാണം ഉണ്ടല്ലോ, അത് നമ്മൾ പുസ്തകത്തിൽ വായിച്ചിരുന്നു. പക്ഷെ ഞാൻ ഒരുപാട് മുമ്പേ ആണത് വായിച്ചിട്ടുള്ളത്. അപ്പം എത്ര ദിവസത്തെ ആ ഒരു ദീർഘയാത്രയായിരുന്നു അത്? 1.5 ദിവസത്തെ ഓട്ടമായിരുന്നു. 1.5 ദിവസത്തിൽ കൂടുതലുണ്ട് ഓട്ടം, അല്ലാതെ നടപ്പല്ലായിരുന്നു. അപ്പോഴേ ഇന്നിപ്പോൾ പൃഥ്വിരാജ് സാറ് പിന്നെ കാല് നടക്കാൻ മേലെ പോകുന്നുണ്ടല്ലേ, അതേ അവസ്ഥ തന്നെ ആയിരുന്നു. ഇപ്പോൾ ആടുജീവിതം എന്നുള്ളൊരു പുസ്തകം അല്ലെങ്കിൽ ആടുജീവിതത്തിൻ്റെ ആ ഒരു കഥ ഫുള്ള് ഇന്നലെ വരെ ബെന്യാമിൻ എന്നുള്ളൊരു വ്യക്തിക്ക് സ്വന്തമായിരുന്നു. പക്ഷെ അതിപ്പോൾ സ്വന്തമായിരിക്കുന്നത് പലർക്കും കൂടിയാണ്. ബ്ലസ്സി, അതേപോലെ പൃഥ്വിരാജ്, പല പേരുകൾ അതിലേക്ക് കടന്നു വന്നു. അപ്പോൾ ആ ഒരു വികാരം എങ്ങനെയാണ്? കാരണം നമുക്ക് സ്വന്തമായിരുന്നത് ഇപ്പോൾ കുറേ പേർക്ക് ഷെയർ ചെയ്യപ്പെടുകയാണ്. അല്ല, അങ്ങനെ ഒരു സ്വാർത്ഥത എനിക്കില്ല. സിനിമ അങ്ങനെയാണെങ്കിൽ നമ്മൾ സിനിമ ആക്കാൻ കൊടുക്കേണ്ടതില്ലായിരുന്നല്ലോ. എൻ്റേത് മാത്രമായിരിക്കും. എത്രയോ എഴുത്തുകാരങ്ങനെ പുസ്തകം കൊടുക്കുന്നില്ല. പക്ഷെ അത് സിനിമയാക്കാൻ കൊടുത്തപ്പോൾ തന്നെ അത് എല്ലാവരുടേതുമായി മാറുകയാണ്. ഞാനിതിനു മുമ്പുള്ള വേദികളിലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം ആടുജീവിതം എനിക്ക് കൊണ്ടുതരേണ്ട പ്രശസ്തിയോ വായനയോ ഒക്കെ ഓൾറെഡി കൊണ്ടു തന്നു കഴിഞ്ഞു. അതിലുപരിയായി ഇത്രയും കാലം അധ്വാനിച്ച ഈ മനുഷ്യർ, 10-16 വർഷക്കാലമായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സിനിമ മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് അതിന് പിന്നാലെ അലയുന്നതിൻ്റെ ഒരു അധ്വാനം, പൃഥ്വിരാജിനെ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ശരീരം പോലും പരീക്ഷണത്തിന് കൊടുത്തിട്ടുള്ള സമർപ്പണം, എ.ആർ. റഹ്മാനെ പോലെ ഒരാളുടെ കടന്നുവരവ്, അങ്ങനെ എല്ലാം കൊണ്ടും ഇങ്ങനെ ത്യാഗം സഹിച്ച് ഇത്രയധികം അർപ്പണത്തോടുകൂടി നിന്നവരുടെ പേരിലാവുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അവരിൽ ഒരാളായി നിന്നാൽ മാത്രം മതി, അല്ലാതെ എൻ്റേത് മാത്രമായ സ്വാർത്ഥത മാത്രമല്ല. അങ്ങനെ അതിലൂടെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ
സിനിമകളിലൊന്നാണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇതിനു മുമ്പ് ഞാൻ എന്താണ് ഫൈനൽ പ്രോഡക്റ്റ് ആവുന്നതിന് മുമ്പുള്ള പല വേർഷൻസും കണ്ടപ്പോൾ തന്നെ അതുകൊണ്ടാണ് പല ഇൻ്റർവ്യൂവിലും ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് ഇതൊരു നല്ല സിനിമയായിരിക്കും, പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുമെന്ന്. ആ തൃപ്തിപ്പെടുത്തുമെന്നുള്ള എൻ്റെ വിശ്വാസം, ഞാനൊരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ തിയേറ്ററിൽ നിന്ന് കാണുന്ന ആളാണ്, ആ എൻ്റെ ഉറപ്പിനെയാണ് ഇന്ന് പ്രേക്ഷകർ ഓരോരുത്തരും അംഗീകരിച്ചിരിക്കുന്നത്. ആ വിട്ടുകൊടുപ്പ് വളരെ സന്തോഷത്തോടു കൂടിയാണ്, എൻ്റെ കൂടി അഭിമാനമാണ് അവർ ഓരോരുത്തരും ഇതിൻ്റെ കൂടി ഭാഗമാവുന്നു എന്നുള്ളത്. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അത് ഷെയർ ചെയ്യപ്പെട്ടു എന്ന് പറയാം. എങ്കിൽ പോലും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ചോദിക്കുകയാണ്. കാരണം ഞാൻ ആ പുസ്തകം വായിച്ചപ്പോഴത്തേക്കും നമ്മൾ എഴുത്തിൻ്റെ ഒരു ശൈലിയുണ്ട്, അതിൻ്റെ ഒരു ആസ്വാദന രീതി വ്യത്യാസമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഇത്രയും വർഷമായി, അപ്പോൾ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ആലോചിച്ചിട്ടുണ്ടോ വേണ്ടിയിരുന്നില്ല, എൻ്റെ പുസ്തകമായിട്ട് തന്നെ നിലനിന്നാൽ മതിയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതെന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് എനിക്ക് ഇവരിലുള്ള വിശ്വാസം, അവരത് എന്താണ് ഒരു മോശം സിനിമയാക്കി തീർക്കില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ പുസ്തകത്തിനുണ്ടായിരുന്ന എസൻസ് അല്ലെങ്കിൽ അതിൻ്റെ വേദന, അത് നിങ്ങൾക്ക് പകർന്നു തന്ന തീക്ഷ്ണത അതുപോലെ തന്നെ പകർന്നു നൽകാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്കതിന് വേണ്ട എന്ന് തോന്നേണ്ട കാര്യമില്ല. രണ്ട്, സ്വാഭാവികമായിട്ടും എന്തെങ്കിലും വായന എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരിൽ എത്തി നിൽക്കുന്നത്. എത്രയൊക്കെ വായന ഉണ്ട്, ഇപ്പോൾ ആടുജീവിതം ഇത്രയൊക്കെ വായിച്ചെന്ന് പറഞ്ഞാലും കേരളത്തിലെ 0.1 ആൾക്കാരിലേ അത് എത്തിയിട്ടുള്ളൂ. പക്ഷേ സിനിമയിലെത്തുന്നതോടുകൂടി അത് ലോകത്തെമ്പാടുമുള്ള പ്രേക്ഷകരിലെത്തി നമ്മൾ കൂടി അതിൻ്റെ ഭാഗമാക്കായി വിസിബിൾ ആവുകയും കൂടിയാണ്. ബെന്യാമിൻ എന്ന പേര് കൂടുതൽ പേരിലെത്തുന്നു, നമ്മൾക്ക് ഇങ്ങനെ ഒരു കഥ എഴുതിയിട്ടുണ്ടെന്ന് ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത എത്രയോ ആൾക്കാരിലേക്ക് എത്തുന്നു. അത്തരത്തിൽ അത് എഴുത്തുകാരന് കൂടി ഗുണമാണ്. എന്ന് മാത്രമല്ല, നമ്മൾ എഴുതി വെച്ച ഒരു സാധനത്തെ അല്ലെങ്കിൽ കുറേ വാക്കുകളെ എങ്ങനെയാണ് സർഗാത്മകമായി ഒരു സംഘം ആൾക്കാർ ചേർന്ന് അതിനെ മറ്റൊരു രൂപമാക്കി മറ്റൊരു കലയാക്കി മാറ്റുന്നതെന്ന് അറിയാനുള്ള ഒരു വലിയ ദിനം കൂടിയാണ്. അതിനകത്തൊക്കെ സ്വാർത്ഥതയ്ക്കൊന്നും ഒരു കാര്യവും ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഞാനിതിനോടൊപ്പം എൻജോയ് ചെയ്ത് സഹകരിച്ച് സമ്പൂർണ്ണമായി ഇവർക്ക് വിട്ടുകൊടുത്ത കഥയാണ്. നജീബക്ക ആ ഒരു 3 വർഷക്കാലം അവിടെ ജീവിച്ചതിന് ശേഷം പിന്നീട് ആ സിനിമയിൽ ഞാൻ കണ്ട കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു ഫോൺ കോള് സൈനു ഭാര്യയ്ക്ക് നൽകുന്ന ഒരു ഫോൺ കോളിൽ ഒരു ഞെട്ടിത്തെറിച്ചിരിക്കുന്ന ഒരു സീൻ നമുക്ക് കാണാൻ സാധിക്കും. കാരണം കുഞ്ഞിൻ്റെ കരച്ചിൽ ഉൾപ്പെടെ അപ്പോഴാണ് അറിയുന്നത് എനിക്കൊരു മകനുണ്ടായി. മകനാണോ മകളാണോ എന്ന് പോലും അറിയില്ല. ആ ഒരു സംഭവം ശരിക്കും ഉണ്ടായ സംഭവമാണ്. ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ അത് പ്രസവിച്ചില്ല എന്നുള്ള എൻ്റെ ആ മനസ്സിൻ്റെ ഭീതി എത്രത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഭാര്യ പ്രസവിച്ചോ ഇല്ലയോ, കുട്ടിയുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയുന്നില്ല. അങ്ങനെയാണ് ഞാനൊരു ആൺകുട്ടിയെ പ്രസവിച്ചപ്പോൾ അതിന് നബീൽ എന്ന് പേരിട്ടത്. ആണോ പെണ്ണോ എന്ന് അറിയത്തില്ലല്ലോ. അതിന് പേരിട്ട് ഞാൻ എൻ്റെ ഒരു മോനെ പോലെ വളർത്തി വലുതാക്കി. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഫോൺ കോൾ ചെയ്യുമ്പോൾ സംസാരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വാക്കുകളില്ലാതെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴാണ് അറിയുന്നത് ഇതുപോലെ ഭാര്യ പ്രസവിച്ചതും ഒരു ആൺകുഞ്ഞായിരുന്നെന്നും. പിന്നെ അതൊക്കെ എന്ന് പറയാൻ ഭയങ്കര രംഗമാണ്. അതൊക്കെ നമ്മൾ സിനിമയിൽ അധികം കാണിച്ചിട്ടില്ല, പക്ഷേ നമ്മൾ പുസ്തകത്തിൽ വായിച്ചിരുന്നു. ഒരുപാട് തവണ നമ്മൾ രക്ഷപ്പെട്ട് റോഡിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് പോലും വീണ്ടും ആശങ്കയാണ്, പോകാൻ പറ്റുമോ? കാരണം ദിവസേന ഓരോരുത്തർ പൊക്കോണ്ടിരിക്കുകയാണ് നാട്ടിലേക്ക്. പക്ഷേ നജീബിക്കൻ്റെ മാത്രം ഒന്നും ശരിയാവുന്നില്ല, പേപ്പേഴ്സ് ക്ലിയർ ആവുന്നില്ല, ഒരു കാര്യങ്ങളും ശരിയാവുന്നില്ല. അപ്പോൾ ആ സമയത്ത് പോലും ആശങ്കയാണ്, നാട്ടിലെത്താൻ പറ്റുമോ, എല്ലാവരെയും കാണാൻ പറ്റുമോ എന്നൊക്കെ. ആ ഒരു സമയമൊക്കെ എങ്ങനെ അതിജീവിച്ചു? അത് എനിക്കിപ്പോൾ ജയിലിൽ കിടന്നപ്പോഴെനിക്ക് ഒരു 3/4% ആശ്വാസമായി. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കൂട്ടുകാരായി, ബന്ധുക്കളായി, എല്ലാം ആയി. കാരണം ഞാൻ ആ ഒറ്റയ്ക്ക് മരുഭൂമി കിടന്നതിൻ്റെ. അപ്പോൾ അവിടെ വന്നപ്പോഴും നമ്മളെ യൂണിയൻ പോലെ ആളായി അവിടെ മലയാളികൾ, ഒരു രാജ്യക്കാർ. അങ്ങനെ അപ്പോൾ ഏത് നിമിഷവും ടിക്കറ്റ് എൻ്റെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ എംബസി വന്നാലുള്ള ഞാൻ പോകുമെന്ന് ഉറപ്പുണ്ട്. കാരണം പര്യടനം വന്നപ്പോൾ ഈ അറബിയൻ ഇപ്പം നോക്കിയില്ലായിരുന്നു, കണ്ടാൽ മതി, സിനിമ കണ്ടാവും. അപ്പോൾ ഈ അറബി നോക്കി വരുന്നില്ലേ? അപ്പോൾ അന്നേരത്തെ ഫീലിംഗ് എനിക്കിപ്പോൾ ഈ പൃഥ്വിരാജ് സാർ അനുഭവിച്ച ആ ഒരു ഭീതിയായിരുന്നു അന്നവിടെ കണ്ടത്. അത് കറക്റ്റായിരുന്നു. ഇപ്പൊ നമ്മള് മനുഷ്യരെല്ലാം നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് മാറുന്നവരാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ അപ്പൊ പറയും ദൈവം നമ്മുടെ കൂടെ ഇല്ല, ദൈവം നമുക്കൊന്നും ചെയ്തു തരുന്നില്ല. അതേസമയം നമുക്ക് ഞാനും ഓർത്തത് ദൈവം എൻ്റെ കൂടെ ഇല്ലല്ലോ എന്ന്. പക്ഷേ എങ്കിലും ഞാൻ അങ്ങനെ ഓർത്തെങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് പറഞ്ഞിട്ടില്ല ആത്മഹത്യ ചെയ്യുന്ന കാര്യം. ചെയ്യുന്നവർ ചെയ്യുമായിരിക്കും, പക്ഷേ അത് ഞാനൊരു വിശ്വാസിയാണ്. അതുകൊണ്ടാണ് ഞാൻ താഴെ ഇറങ്ങിക്കിടന്ന് പാമ്പ് അടിക്കുക. അത് ബുക്കിനകത്ത് വായിച്ചാലല്ലേ, പാമ്പ് കടിച്ചെങ്കിലും മരിക്കട്ടെ എന്ന് പറഞ്ഞ് താഴെ കിടന്നത്. അതാകുമ്പോൾ അറിയത്തില്ലല്ലോ, എന്തോ കടിച്ച് മരിച്ച്. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളിലൂടെയാണ് ഈ നോവൽ
സാർ എഴുതിയത് കൊണ്ടാണ് പുറം ലോകം അറിയാനും ഈ പടം ഇങ്ങനെ വരാനും എല്ലാം കാരണം. ഞാനിപ്പോൾ ഇവിടെ പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി. അതെല്ലാം ഈ നോവൽ കൊണ്ട് മാത്രമാണ്. ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. അതായത് മനുഷ്യരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല സിറ്റുവേഷനിലും നമ്മൾ ദൈവത്തെ പോലും മറക്കാറുണ്ട്. അപ്പോൾ ആ മരുഭൂമിയിലെ ആ ഒരു വാസത്തിനിടയിൽ എപ്പോഴെങ്കിലും പരിഭവം തോന്നി, അല്ലെങ്കിൽ ദൈവമില്ല, എനിക്ക് അങ്ങനെ ഒരു കരുണ കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നി ആ ഒരു അവിശ്വാസിയായി മാറിയിരുന്നു എപ്പോഴും? ഇല്ല, അവിശ്വാസിയായിട്ട് മാറിയില്ല. കാരണം ഞാൻ എൻ്റെ ദൈവത്തിനെ എല്ലാം വിളിക്കുവാണ് എന്നിട്ടും. കാരണം ഏതെങ്കിലും സമയത്ത് എന്നെ രക്ഷപ്പെടുത്തും എന്ന് എനിക്ക്. കാരണം ഞാൻ 2-3 പ്രാവശ്യം ഈ ഞങ്ങൾ ആടിനെയൊക്കെ പാമ്പ് കടിച്ച് കൊല്ലുമായിരുന്നു. അപ്പോൾ അതുപോലൊരു പാമ്പ് എന്നെയും കടിച്ച് കൊല്ലട്ടെന്ന് പറയാൻ താഴെ കിടന്നിട്ടും ആ പാമ്പിന് പോലും എന്നെ വേണ്ട. അപ്പോഴും എനിക്കൊരു ജീവിതം ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. പ്രത്യാശയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണല്ലേ നജീബ് ഖാൻ? നമുക്ക് തീർച്ചയായിട്ടും ആ നോവലും സിനിമയും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പ്രധാനപ്പെട്ടത് അതാണ്. വെറുതെ മരുഭൂമിയിൽ ജീവിച്ച നജീബ് എന്ന് പറയുന്ന ഒരാളുടെ കഥ പറയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ വെച്ച് പുലർത്തേണ്ട പ്രത്യാശയെക്കുറിച്ചുള്ള വലിയ ആശയം അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏതുതരം പ്രതിസന്ധികൾ ഉണ്ടായാലും നജീബിനെ പോലെ പിടിച്ചു നിൽക്കുക, നാളെ നമുക്ക് ഒരു വിടുതലുണ്ടാവും, നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്യും, അതിനുവേണ്ടി ഒരു ദൈവദൂതൻ എവിടുന്നെങ്കിലും അവതരിക്കും എന്നുള്ള ഒരു പ്രത്യാശ ആണ് ഈ നോവലും ഈ സിനിമയും മുന്നോട്ട് വെക്കുന്നത്. ആ നോവലിനെ അത് പകർന്നു നൽകുന്ന ആശയത്തേക്കാൾ തീഷ്ണതയോടുകൂടി അപ്രവാടികളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എന്നുള്ള വലിയ സന്തോഷം, ഹൃദയം നിറഞ്ഞ സന്തോഷം പങ്കുവെക്കുന്നു. ഇപ്പോൾ നമ്മളെ നജീബക്കയുടെ ആ ഒരു മരുഭൂമിയിലെ ജീവിതവും അതിനുശേഷമുള്ള എല്ലാ ജീവിതവും ഓൾറെഡി എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ചിന്തിച്ചത് തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞിട്ട് വീട്ടുകാരെ കണ്ടപ്പോഴും ആ മകനെയും ഭാര്യയെ കണ്ടപ്പോഴുള്ളൊരു ആ ഒരു സമയമുണ്ടല്ലോ, അതെങ്ങനെയാണ്? അതൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല ആ സമയം. കാരണം ഞാൻ കയറി രാത്രി ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തലയ്ക്ക് മുട്ടയൊക്കെ അടിച്ച് വെറും അസ്ഥികൂടം പോലെ ഇരിക്കുമായിരുന്നു. അപ്പോഴെൻ്റെ വാപ്പ ഉണ്ട്. വാപ്പ ഇതുപോലെ നേരെ മോനടുത്ത് ഇപ്പോൾ ഉണ്ട്. വാപ്പ അടുത്ത് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിൻ്റെ വാപ്പ വന്നടാന്ന് പറഞ്ഞ്. അപ്പോഴാ കുട്ടി എൻ്റെ വാപ്പാന്നല്ലേ ഇത് എന്ന് പറഞ്ഞ് തിരിഞ്ഞങ്ങ് പോയി. അതും എനിക്കതൊരു വിഷയമല്ല, അവൻ പോയത് അങ്ങനെ വിഷയമല്ല. പക്ഷേ ഞാൻ ഒരു 2 വർഷം ചെല്ലുവാനും ഗൾഫ് നാട്ടിൽ നിന്നും ഒരു വെറും കയ്യോടുകൂടി വന്ന ആ കുഞ്ഞിനെ കാണുമ്പോൾ ഒരു മുട്ടായി പോലും അവന് വാങ്ങിച്ചു കൊടുക്കാനില്ലാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും വലുതായിട്ട് അന്നവിടെ അനുഭവപ്പെട്ടത്. പിന്നെ എല്ലാവരുടെ അങ്ങനെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയ അന്നേരം അവിടെ. ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നജീബിക്കേൻ്റെ കഥ നമ്മളെല്ലാവരും അറിഞ്ഞു. പക്ഷെ അതേപോലെ തന്നെ അറിയപ്പെടേണ്ട ഒരു കഥയല്ലേ സൈനുവിൻ്റെയും ശരിക്കുള്ള നജീബ്. ഞാനെപ്പോഴും പറയും ആടുജീവിതത്തിന്റെ എന്താണ് പെൺവേർഷൻ എഴുതേണ്ടതുണ്ടെന്ന്. കാരണം ഈ നജീബ് മരുഭൂമിയിൽ എത്രത്തോളം ഏകാന്തതയും ഒറ്റപ്പെടലും സങ്കടവും അനുഭവിച്ചു, അതുപോലെ തന്നെ വീടിനുള്ളിലിരുന്ന് നീറി മരിച്ച ജീവിച്ച ഒരാളാണ് സൈനു എന്ന് പറയുന്നത്. അത് എത്രയോ അധികം ഗൾഫ് മലയാളികളുടെ ഭാര്യമാർ അനുഭവിക്കുന്നതാണ്. നജീബിൻ്റെ ജീവിതം ചിലപ്പം അപൂർവം പ്രവാസികളായിരിക്കും അനുഭവിക്കുന്നത്. പക്ഷേ സൈനുവിൻ്റെ ജീവിതം ഗൾഫിലേക്ക് പോയ ഓരോ ഭർത്താക്കന്മാരുടെയും ഭാര്യമാർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ കുടുംബമായിട്ട് അവിടെ പാർക്കുന്നത്. മറ്റവരെല്ലാം ഈ വേദനയിൽ വിരഹത്തിൽ എന്തെങ്കിലും മടങ്ങി വരട്ടെ എന്ന്. നജീബിൻ്റെ കേസിലാകുമ്പോൾ പിന്നെ ഈ പോയ ആൾ എവിടെ എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം, അതിൻ്റെ ഒരു ആകുലത, ഗർഭിണിയായിരുന്നതിൻ്റെ ഒരു പ്രശ്നം. സ്വാഭാവികമായിട്ടും സൈനുവിൻ്റെ വേർഷൻ ഓഫ് ആടുജീവിതം എഴുതേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് സാറിൽ നിന്ന് നമുക്കത് കിട്ടുമോ? എന്നെക്കാട്ടി ഒരുപാട് അനുഭവങ്ങളാണ് അനുഭവിച്ചത്. ഞാൻ പിന്നെ മരുഭൂമി കടന്ന് ഞാൻ സ്വന്തമായി ഇത് നാട്ടിലും അതേപോലെ തന്നെ എൻ്റെ ഭവ്യത്വം അനുഭവിച്ചു. അല്ല, അതൊരു സ്ത്രീ എഴുതുമ്പോഴായിരിക്കും കൂടുതൽ ആഴമുണ്ടാവുക, അവളുടെ നൊമ്പരം, അവളുടെ വേദനയൊക്കെ പകർത്താൻ കഴിയുക. ഏതെങ്കിലും പെണ്ണെഴുത്തുകാർ അതിന് ശ്രമിക്കട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ മാറ്റങ്ങളുടെ കാലമല്ലേ സാർ? കാരണം നമ്മൾ എത്രയോ പുരുഷ കഥാപാത്രങ്ങൾ കണ്ടിരിക്കുന്നു, സ്ത്രീകൾ എഴുതിയിരിക്കുന്നു, അതേപോലെ സ്ത്രീ കഥാപാത്രങ്ങൾ കണ്ടിരിക്കുന്നത് പുരുഷന്മാർ. ഞാൻ സ്ത്രീകളെ കേന്ദ്രീകരിച്ച് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് എഴുതലെന്നൊന്നുമില്ല. രണ്ടുപേരും മരുന്നുണ്ടല്ലോ. ഇപ്പൊ ആദ്യമായിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും സൈനുവിന്, അതായത് സഫിയയ്ക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ കാണുമായിരുന്നല്ലോ. ഞാനിപ്പോൾ അവിടെ വെച്ച് ഇതുപോലുള്ള അനുഭവങ്ങളും പിന്നെ ഇതുപോലെ ഒരുപാട് ഉപദ്രവമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ അവിടെ ചെന്ന് ആട് മേയ്ക്കലായിരുന്നു, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള കാര്യം മാത്രം പറഞ്ഞ് സമാധാനപ്പെടുത്തി. ഇപ്പം നോവൽ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഇതെല്ലാം അറിയുന്നതും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇത്രേ അനുഭവിച്ചിട്ട് നമ്മളടുത്ത് പറഞ്ഞില്ല. ആ സമയത്ത് ഭയങ്കര കരച്ചിലും ഇത് പിന്നെ ഇതാണ് എപ്പോഴും എനിക്കറിയാം ഇതുപോലെ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും മറച്ചു വയ്ക്കും എന്നും പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു.
അതിന് എനിക്ക് തോന്നുന്നു നമ്മളാ അനുഭവിച്ച് പിന്നെ നമ്മളെ നജീബിന്റെ വീട്ടുകാരെ ജീവിതം അനുഭവിക്കേണ്ട ലോകം ആവശ്യമില്ലല്ലോ. അറിയപ്പെടേണ്ടതായിരുന്നു എന്നുള്ളത് ഒരു നിയോഗമോ വിധിയോ ഒക്കെയാണ്. അതുകൊണ്ടാണ് നജീബ് യാദൃച്ഛവശാൽ ഒരു സുഹൃത്ത് മുഖേന്ദ്ര എൻ്റെ കൺമുന്നിൽ വന്നുപെടാനും എനിക്കത് എഴുതാൻ തോന്നിയതും ഒക്കെ. നമ്മുടെ മുമ്പിലൂടെ എത്രയോ കഥാപാത്രങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുന്നു. അവരെയൊന്നും നമ്മൾ കഥകളാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് എൻ്റെ കൺമുന്നിൽ നജീബ് വരികയും ഞാൻ ഗൾഫിൽ ദീർഘകാലം ഉണ്ടാവുകയും എന്തുതരം അനുഭവങ്ങളാണ് ഉണ്ടായിരിക്കാൻ ഇടയുണ്ട് എന്ന് ആലോചിക്കാനുള്ള ഒരു പാങ്ങുണ്ടാവുകയൊക്കെ ചെയ്തു. സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഇതിൻ്റെ ഒരു നിയോഗത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു കഥാകൃത്ത് നിലയിൽ പല കഥകൾ നമ്മളിലൂടെ കടന്നു പോകും. പക്ഷേ ഒരാളിൽ നിന്ന് നമ്മളിലേക്ക് ഒരു കഥ കിട്ടുമ്പോഴത്തേക്കിന് അതിനെ അതേ രീതിയിൽ അല്ലെങ്കിൽ അതിലും മികവുറ്റതായിട്ട് വേണം നമ്മൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെ അത് കേട്ടിരുന്നു, അല്ലെങ്കിൽ നമ്മൾക്കൊരു ഇമോഷണലി അത് ഹേർട്ട് ആവാതെ കേട്ടിരിക്കാൻ സാധിക്കില്ലെന്നാണ് എൻ്റെ ഞാൻ ഒറ്റ സ്ട്രക്ചറിൽ കേട്ട കഥയല്ല നജീബിൽ നിന്ന്. 8 മാസം അങ്ങനെ 8-9 മാസം 9 മാസം അതിൻ്റെ പുറകെ നടന്ന് ചിരിച്ച് എഴുതി കേട്ട കഥയാണ്. എന്താ ചോദിച്ചാൽ അന്ന് തന്നെ ഞാൻ ഏതാണ്ട് 15 വർഷക്കാലം ഗൾഫിലുണ്ടായിരുന്നു. ഗൾഫിലെ ഏകാന്തതയും ഒറ്റപ്പെടലും ഇത്തരം കഥകൾ പത്രങ്ങളിലൊക്കെ നജീബിനെ പോലുള്ള എത്രയോ ആൾക്കാരുടെ കഥകൾ ഈ ഒറ്റക്കോളം വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ ഇടയ്ക്ക് പളനിസ്വാമി എന്ന് പറയുന്ന ഒരു തമിഴിനെ 28 വർഷങ്ങൾക്ക് ശേഷം ഈ മസ്രയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു കഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ജീവിതങ്ങൾ ജീവിച്ച ഒരാൾ എങ്ങനെ ജീവിച്ചു എന്ന് അറിയാനുള്ള ഭയങ്കര കൗതുകമുണ്ട്. അപ്പോഴാണ് നജീബിനെ കാണുന്നത്. ഇപ്പം നജീബ് ഇപ്പോൾ ഇത്രയും സംസാരിക്കുന്നല്ലോ, ഇത് ഞാൻ നജീബിനെ കണ്ടുമുട്ടുന്ന 20 വർഷങ്ങൾക്ക് മുമ്പാണ്, 2005-ലാണ്. 20 അല്ല 30. അല്ല, അത് സംഭവിച്ചത് നമ്മൾ തന്നെ കണ്ടുമുട്ടുന്നത് 20 വർഷങ്ങൾ. അപ്പൊ നജീബ് ഒട്ടുമേ സംസാരിക്കാത്ത ആളാണ്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരേ ഇടത്താണ് ജോലി ചെയ്യുന്നതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ നജീബിനെ കാണും. എന്തെങ്കിലും ഒരു നജീബ് 3 വാചകം പറയും. അങ്ങനെ നജീബ് ഭയങ്കര ഉൾവലിഞ്ഞ ആളിൽ നിന്നാണ് ആ കഥ കേട്ടത്. അപ്പം സ്വാഭാവികമായിട്ടും ഇത് ഗൾഫിൽ നിന്ന് മലയാളികളോട് പറയേണ്ട ഒരു കഥയാണെന്ന് തോന്നിയത് കൊണ്ടും ഏറെക്കാലമായി ഗൾഫിനെക്കുറിച്ച് ഒരു കഥ എഴുതാൻ കാത്തിരുന്നത് കൊണ്ടൊക്കെയാണ് അത് സംഭവിച്ചത്. അതങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആ കഥാപാത്രം കയറുകയും എന്താണ് അയാൾ അനുഭവിച്ചിരിക്കാൻ ഇടയുള്ള വികാരങ്ങൾ എന്ന് മനസ്സിലാകുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു ആക്ടർ ആക്ട് ചെയ്യുന്നത്. ഇയാൾ ഇങ്ങനെയൊക്കെ ചില വികാരങ്ങളിലൂടെയാണ് കടന്നു പോയിരിക്കാമെന്ന് ഊഹിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതുതന്നെയാണ് എഴുത്തുകാരനും ആ മാനസിക വ്യാപാരത്തിലൂടെ കടന്നു പോകുക. അതിൻ്റെ അങ്ങനെ ഞാൻ അനുഭവിച്ച ഒരു വികാരത്തിൻ്റെ ഒരു ശതമാനമാണ് വായനക്കാരൻ അനുഭവിക്കുക എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ടുള്ള ജീവിതത്തിൽ നിന്നും ഈ 3 വർഷക്കാലം മാറി നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവും. തിരിച്ചു വന്നു കഴിയുമ്പോഴും നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാകും. ചിലപ്പോൾ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാവാം, കാരണം മനുഷ്യരോട് സംസാരിക്കുന്നില്ല, ഇടപഴകുന്നില്ല. അതേപോലെ ശരീരത്തിനും പല ബുദ്ധിമുട്ടുകൾ നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് വരാൻ കുറേ സമയം എടുക്കും. ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ നേരിട്ട ബുദ്ധിമുട്ട് എന്തായിരുന്നു നജീബിക്ക്? ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ എല്ലാം ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു. കാരണം പിന്നെ വന്ന് കുറച്ച് നാൾ വീട്ടിൽ തന്നെ നിന്ന്, കാരണം ശരിയൊന്ന് ശരീരമൊക്കെ പട് ഇതായി പോയില്ലേ, മെലിഞ്ഞ് ഉഷാറാനൊക്കെ ആയിട്ട് പിന്നെ നിന്നിട്ട് പിന്നെ നമ്മളെന്നും അവിടുത്തെ ആ ചിന്ത മനസ്സിൽ നിന്ന് വിട്ട് മാറുന്നില്ല. ആ ചിന്ത തന്നെ മനസ്സിലെപ്പോഴും. അങ്ങനെ പിന്നെ വീട്ടിൽ പിന്നെ എൻ്റെ വാപ്പായ്ക്ക് എൻ്റെ കൂടെ ഭയങ്കര സ്നേഹമായിരുന്നു. പോയിടം പോലെ വാപ്പായ്ക്ക് വിഷമവും ബുദ്ധിമുട്ടും അങ്ങനെ അറ്റാക്ക് വരെ ആയി. അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാൽ ഞാൻ സാധാരണ ഇത്തരം ജീവിതങ്ങളിൽ പെടുന്നവർ, ഞാൻ ഈ പത്രവാർത്തകളിലൊക്കെ വായിക്കുന്ന പറഞ്ഞാൽ അവർ ഭാഷ മറന്നു പോകുന്നുള്ളൂ. ഭാഷ ഭയങ്കരമായിട്ട് മറന്നു. ഈ പളനിസ്വാമി എന്ന് പറയുന്ന ആള് ദീർഘകാലം ഉണ്ടായിരുന്നു. പുള്ളി തമിഴ് കംപ്ലീറ്റ് മറന്നുപോയി എന്നാണ്. നജീബ് വളരെ കുറച്ച് കാലം ഉള്ളതെന്നുകൊണ്ട് 3 വർഷമൊക്കെ ഉള്ളായിരുന്നുകൊണ്ടാണ് ഭാഷയോട് ബന്ധം പറയുന്നത്. ഇവർ ആദ്യം മറക്കുന്ന ഭാഷയാണ്, തീരെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ. അത് വലിയ ഒരു ടോർച്ചറാണ്, സെൽഫ് ടോർച്ചർ. നമ്മൾ ആരോടും സംസാരിക്കാനില്ലാതെ നമ്മളൊരു മുറിക്കകത്ത് 3 ദിവസം അടച്ചിരുന്നാൽ മതി, നമ്മൾ വീർപ്പ് മുട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ ആരോടും സംസാരിക്കാനില്ലാതെ ജീവിക്കുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര, അത് നമ്മൾ ശരിക്കും മെൻ്റലി പഠിക്കേണ്ട ഒരവസ്ഥ തന്നെയാണ്. നമ്മളിപ്പം സാധാരണയായിട്ട് നമ്മുടെ സൊസൈറ്റി പറയും എഡ്യൂക്കേഷനാണ് വലിയ കാര്യം, അങ്ങനെയൊക്കെ ആണെങ്കിൽ പറയും. പക്ഷേ ഈ സിനിമ എനിക്ക് തോന്നുന്നത് ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ഒരു 5ാം ക്ലാസ്സുകാരനൊക്കെ അവിടെ ചെന്നിട്ട് എങ്ങനെ മുമ്പോട്ട് ജീവിക്കുന്നുള്ളൂ. പക്ഷേ അവിടെ ആ 5ാം ക്ലാസ്സുകാരൻ അത്രയും 3 വർഷക്കാലം നിന്നിട്ട് കൂടി അവസാനം ഒരു കത്ത് കിട്ടുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. അവിടെ ഭാഷ മറക്കുന്നില്ല, ഒരു കാര്യങ്ങളും മറക്കുന്നില്ല. ആ ഇമോഷൻസ് അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ഹക്കീമിനെ മറക്കുന്നില്ല. അതായത് ഞാനാണെന്ന് പറയുമ്പോൾ തിരിച്ചറിയപ്പെടുന്നുണ്ട് അവിടെ. അപ്പോൾ അത്രത്തോളം എനിക്ക് ഓർമ്മശക്തിയും കൂടെ ഒരു സാധാരണ മനുഷ്യനല്ലേ നജീബിന്റെ ഒരു എന്താ പറഞ്ഞൊരു കഴിവാണെന്ന് തന്നെ നമുക്കത് പറയാൻ പറ്റും. ആ ഒരു കാര്യം അല്ല, നമ്മളെപ്പോഴും അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇമോഷണലി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ വിദ്യാഭ്യാസമുള്ളവരും മാത്രമല്ല അതിനെ പിടിച്ചു നിൽക്കുന്നത്. പല വിദ്യാഭ്യാസമുള്ളവരും പിടിച്ചു നിൽക്കുന്നില്ല എന്ന് നമുക്ക് പലപ്പോഴും പലയിടത്ത് വെച്ചും നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ, വളരെ നിലയിലുള്ളവരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന കാണാൻ പറ്റും. എന്നാൽ സാധാരണ ജീവിതത്തിൻ്റെ
പരുക്കനായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരം അനുഭവങ്ങളെ വളരെ വേഗം പിടിച്ചു നിൽക്കാൻ കഴിയുന്നതാണ്. നജീബ് വളരെ സാധാരണക്കാരനായി ജീവിച്ച് സാധാരണ ജീവിതം നയിച്ചിട്ട് ഇവിടുന്ന് പോയത് കൊണ്ടാവാം ഒരുപക്ഷെ അത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. സുഖജീവിതം ജീവിച്ചിട്ടായിരുന്നു ഇവിടുന്ന് പോയിരുന്നതെങ്കിൽ അത്ര പെട്ടെന്ന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ എന്താണ്, വിദ്യാഭ്യാസം വെച്ചിട്ട് ഒരാൾ ഒരു അനുഭവത്തെ നേരിടുന്നത് നമുക്ക് ഒരിക്കലും ഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് രണ്ടും രണ്ടാണ്. ഒരാളുടെ അനുഭവ സമ്പത്തും വിദ്യാഭ്യാസവും രണ്ടാണ് എന്നുള്ളത് ഈ സിനിമ ഒരിക്കൽ കൂടി പറയുന്നുണ്ട്. അതെ, ബെന്യാമിൻ സാറ് പറഞ്ഞത് ആ ഒരു വാസ്തവല്ലേ അത്? അതെ അതെ, വാസ്തവമാണ്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചതാണ്, പക്ഷേ ഇതിനകത്ത് 5ാം ക്ലാസ്സേ കൊടുത്തിട്ടുള്ളൂ. അല്ല, അങ്ങനെയല്ല ചോദിച്ചാൽ ആ ഒരു അനുഭവ സമ്പത്തും ജീവിത സാഹചര്യം കൊണ്ടല്ലേ? അതെ അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ ജീവിത സാഹചര്യം കൊണ്ട് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്നെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഒരു കത്തയക്കാനും എനിക്ക് ആ ശമ്പളം കറക്റ്റായിട്ട് തരുവാണെങ്കിലും ഞാൻ പിന്നെ അവിടുത്തെ ഫുഡ് എന്തെങ്കിലും കിട്ടുമായിരുന്നെങ്കിലൊക്കെ ഞാനവിടെ നിന്നേനെ. 2 വർഷം എൻ്റെ ഇത് കാലാവധി കഴിഞ്ഞ് ഞാൻ വന്നേനെ. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേനും സിനിമാറ്റിക് എലമെന്റുകൾ കുറേ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അവർക്ക് അവരുമായിട്ടുള്ള കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ കൊടുക്കണം. അപ്പം നജീബയ്ക്കൊക്കെ കണ്ടപ്പോൾ ഇത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നി എന്തെങ്കിലും ഒരു സീനുണ്ടോ അതിൽ? ഇല്ലില്ല, അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക്. കാരണം എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ജനങ്ങൾ അറിയുമല്ലേ, അതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ, അല്ലാതെ അതിനകത്തൊന്നും എനിക്ക് ഇതൊന്നുമില്ല. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയം ബെന്യാമിൻ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, കഥയിലെ പല കാര്യങ്ങളും നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കുന്നില്ല. കാരണം 2.5 മണിക്കൂറും കൊണ്ട് ഒരു പുസ്തകം വായിക്കുന്ന ആസ്വാദനം നമുക്ക് 2.5 മണിക്കൂർ കൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അപ്പോൾ ഏതെങ്കിലും സീൻ എടുക്കാത്തിൽ ഒരു പരിഭവമോ വിഷമമോ? അല്ല, എന്താണെന്ന് വെച്ചാൽ സിനിമ എടുക്കുന്നതിന് മുമ്പ് തന്നെ തിരക്കഥയുടെ ചർച്ചാവേളയിലൊക്കെ നമ്മൾ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഏതൊക്കെ സീനുകളാണ് എടുക്കുന്നതെന്നും ഒക്കെ ഉണ്ടായിരുന്നു. ചില സീനുകൾ എടുത്തത് നമുക്ക് ചില പ്രശ്നങ്ങൾ കാരണം, സെൻസർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കാരണം അതെങ്കിൽ കാണിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതല്ലാതെ നമ്മൾ എന്താണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സിനിമയെ അതുപോലെ അല്ല, പുസ്തകത്തെ അതുപോലെ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മുമ്പേ പറഞ്ഞതുപോലെ പുസ്തകം പകരുന്ന വൈകാരികത, അതിൻ്റെ വൈകാരിക മുഹൂർത്തങ്ങൾ, ആ തീഷ്ണത നമുക്ക് ഇതിലേക്ക് മാറ്റാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ്. അതുകൊണ്ട് പുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും അതുപോലെ വരേണ്ടതില്ല, അതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളില്ല. നാട്ടിൽ വന്നിട്ട് ഹക്കീമിന്റെ വീട്ടിൽ പോയിരുന്നു, ഉമ്മയൊക്കെ കാണാൻ പോയിരുന്നു നജീബ്? ഇല്ലില്ല. സത്യത്തിൽ ഹക്കീമിനെ കുറിച്ച് പിന്നീട് നമ്മൾ പല വിധത്തിൽ അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടും ആരാണ് ഹക്കീമിനെ കുറിച്ച് ഒരു ധാരണയും കിട്ടിയിട്ടില്ല. കാരണം അവർ ഇവിടെ ഉള്ളവരല്ലല്ലോ, മലപ്പുറത്തു നിന്ന് വന്നവരാണ്. അന്നൊരു ദിവസം ഒന്നിച്ച് കൂടെ പോയെന്നുള്ളതല്ല, അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും അറിയില്ല. അപ്പം ഒരിക്കലും ഹക്കീം നമ്മളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്തില്ല. ഇത്രയും കഥയൊക്കെ വരികയും കഥ ഇത്രയൊക്കെ പ്രശസ്തമാക്കി ചെയ്തതിന് ശേഷം പോലും ഹക്കീം നമ്മളെ കോണ്ടാക്ട് ചെയ്യുമോ, അങ്ങനെ ഞാനാണ് ഹക്കീം എന്ന് പറഞ്ഞ ആരെങ്കിലും വരികയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഹക്കീം എവിടെയാണെന്നോ എന്തിയാണെന്നോ ഒന്നും അറിയില്ല. കാരണം അന്ന് നജീബിനോടൊപ്പം ഹക്കീം തിരിച്ചു വന്നിട്ടില്ല. തിരിച്ച് ഇവിടെ നിന്ന് പോരുമ്പോൾ ഹക്കീം പിന്നെയും അവിടെ സൗദിയിൽ തന്നെ തുടരുകയായിരുന്നു ചെയ്തത്, മറ്റ് ജോലികളിലേക്ക്. അപ്പോൾ ആ വഴി എവിടെ പോയി എന്ന് അതൊരു ദുരൂഹമായ, ഇബ്രാഹിം ഖാദിരിയുടെ തിരോധാനം പോലെ തന്നെ ദുരൂഹമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഹക്കീമിൻ്റെ. അതെ, എനിക്ക് തോന്നുന്നു ആ വീട്ടുകാരും ഈ സിനിമയും ആ കഥയും അറിഞ്ഞിട്ടായിരിക്കാം ഇതൊക്കെ തിരിച്ചറിയപ്പെടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അവർക്ക് ഒരു നൊമ്പരമായിട്ടായിരിക്കാം മുമ്പോട്ട് പോകുന്നത് ആയിരിക്കാം. ഇപ്പോൾ നജീബിക്കനോട് ഞാൻ ഒരു അവസരമായിട്ടൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കുകയാണ്. അത് എല്ലാ റെസ്പെക്റ്റോടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനൊരു നജീബായിട്ട് തന്നെ ഒരു ജന്മം തരട്ടെ എന്ന് ചോദിച്ചാൽ നജീബിക്ക് എന്ത് ഉത്തരം പറയും? എനിക്കിപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും ഇപ്പോൾ ദൈവം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അത്രയൊക്കെ അനുഭവിച്ചാലും അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ നോവൽ എഴുതിയതിൽ പിന്നെ ഞാൻ എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി, എല്ലാം കൊണ്ടും എനിക്ക് നല്ല ഒരു ഇതാണ്. അത് ദൈവത്തിൻ്റെ ഒരു കഴിവാണെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കൊരു ബുദ്ധിമുട്ടുള്ള സമയം യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്നതിന് ശേഷവും അതിനെല്ലാം മറികടക്കുമ്പോൾ സമ്പന്നമായ എന്താണ് സമാധാനമായ ഒരു ജീവിതമുണ്ട് എന്നുള്ള ഒരു പാഠമാണ് യഥാർത്ഥത്തിൽ നജീബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ജീവിതത്തെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ട. കുറച്ചു കാലം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം 10-60 വയസ്സ് വരെ ജീവിച്ച ഒരാളുടെ ജീവിതത്തിൽ ഒരു 3 വർഷക്കാലം അതെല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അത്തരം ചില എന്താണ് വിഷമങ്ങളുടെ, സങ്കടങ്ങളുടെ ഒക്കെ കാലം ഉണ്ടെന്നുള്ളൂ. ആടുജീവിതമായിരിക്കില്ല എന്നേ ഉള്ളൂ, പക്ഷെ പലതരത്തിലുള്ള സങ്കീർണതകളുണ്ട്. അതുകൊണ്ട് നമ്മളാരും നമ്മുടെ ജീവിതത്തെ ഓർത്ത് ഖേദിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ഇനി എന്തെങ്കിലും ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് വലിയൊരു സ്വപ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്കിനിപ്പോൾ ഉള്ള സ്വപ്നം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് സുഖമായിട്ട് നാട്ടിൽ ജോലി ചെയ്ത് കഴിയണം മാത്രം. അല്ലാതെ എനിക്കിനി ഒരു രാജ്യത്ത് പോകാനോ ഒന്നിനും ഒരു താല്പര്യവും ഇല്ല. എൻ്റെ വീടും എൻ്റെ ആ സ്ഥലങ്ങളും മാത്രം. എനിക്ക്
സത്യമായിട്ട് ആ സിനിമ കണ്ടപ്പോഴും ഞാൻ ഇതിനു മുമ്പ് സത്യം പറഞ്ഞാൽ നമ്മൾ ആടുജീവിതമൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഞാൻ ഒരിക്കൽ പോലും ആരാണ് നജീബിൻ്റെ ഒരു ഫോട്ടോയോ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയ ഞാൻ കാണാൻ ശ്രമിച്ചിരുന്നില്ല. അതെന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാനെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ശ്രമിച്ചിട്ടില്ല. ബെന്യാമിൻ സാറിനെ എനിക്ക് നേരത്തെ മുതലേ അറിയാം. അപ്പം അത് എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളിലായിട്ടാണ് നജീബ് എന്നുള്ളൊരു വ്യക്തിയുടെ മുഖം എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും, അയ്യോ നമ്മൾ വായിച്ചൊരു മുഖമുണ്ട്, നമ്മൾ ആടുജീവിതം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നജീബിനൊരു മുഖമുണ്ട്, അത് എത്രത്തോളം നീതി പുലർത്തുക എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ 2-3 ദിവസമാണ് എനിക്ക് നജീബ് ഖാൻ്റെ ഒരു മുഖം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ ഈ അവസരത്തിൽ നജീബ് ഖാനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ നിൽക്കാൻ പറ്റുമ്പോൾ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് രണ്ടുപേരും കിട്ടിയില്ലേ. നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ സെക്ഷനിൽ നജീബയ്ക്ക് പെട്ടെന്ന് പോകേണ്ട വന്നതുകൊണ്ട് ബാക്കി ഇൻ്റർവ്യൂ നമ്മുടെ ബെന്യാമിൻ സാറിനെ വെച്ച് മാത്രമാണ് ചെയ്യുന്നത്. സാറിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നമ്മൾ ആ പുസ്തകത്തിനൊരു കവർ പേജ് ഉണ്ട്. അതും ഈ ഒരു പുസ്തകത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ആടിൻ്റെ ഒരു ശരീരവും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരവും ആടിൻ്റെ മുഖവും ഒക്കെ ആയിട്ടുള്ള അത്തരത്തിലുള്ളൊരു കവർ പേജാണ് നമുക്ക് ആടുജീവിതത്തിൻ്റെ പുസ്തകത്തിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പം അതിനെന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ്? പുസ്തകം ഗ്രീൻ ബുക്സിന് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കൊടുത്തതിന് ശേഷം അവരെന്നോട് പറഞ്ഞു ഈ പുസ്തകത്തിന് കുറച്ച് ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി നമ്മൾ പ്രശസ്ത ചിത്രകാരനായ കെ ഷെരീഫിനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കുറച്ച് ചിത്രങ്ങൾ കൂടിയാവുന്നത് അവരുടെ കണക്കിൽ അന്നൊരു വളരെ ചെറിയ പുസ്തകമായിട്ട് തോന്നി ആടുജീവിതം. അപ്പോൾ അങ്ങനെയാണ് ഷെരീഫിനെ ഏൽപ്പിക്കുന്നത്. ഷെരീഫാണ് ആ ചിത്രങ്ങൾ മുഴുവൻ വരച്ചതെല്ലാം. നമ്മൾ യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും കൊടുക്കാതെ നോവൽ വായിച്ചതിൻ്റെ തീക്ഷ്ണതയിൽ ഷെരീഫ് ഇരുന്ന് വരച്ച ചിത്രമാണ്. അപ്പോഴാണ് ആ ചിത്രം കിട്ടുന്നത്. ചിത്രം കിട്ടിയപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇത് മുഖചിത്രമാക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. കാരണം അത്രത്തോളം ആ നോവലിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ട ഒരു ചിത്രമായിരുന്നു. ആ ചിത്രം ആ നോവലിൻ്റെ പ്രചാരത്തിൽ പ്രശസ്തിക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ തൻ്റെ മനസ്സുകൊണ്ട്, ഒരു ചിത്രകാരൻ ഒരു മനസ്സുകൊണ്ടൊരു കൃതി വായിക്കുമ്പം അതിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ആ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഷെരീഫിനെ പോലെ എനിക്ക് പണ്ടേ ഷെരീഫിനെ വളരെ ഇഷ്ടമാണ്. ഞാൻ ഷെരീഫിനെ കൊണ്ട് പലപ്പോഴും ഒരു ചിത്രമെങ്കിലും വരപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് യാദൃച്ഛവശാൽ സംഭവിച്ചതാണ്. ഞാൻ നേരിട്ട് സമീപിച്ചതല്ല, പ്രസാദകർ സമീപിച്ചതാണ്. ഷെരീഫിനെയാണെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ടായി. അത് അത്രയും മനോഹരമായിട്ട് വരച്ചു നൽകി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പുസ്തകങ്ങൾ നമ്മൾ എഴുതുമ്പോൾ പല രീതിയിലാണ് എഴുതുന്നത്. ഇപ്പം നമ്മൾ ആടുജീവിതം പുസ്തകത്തിനകത്ത് ഈ സിനിമ പോലല്ല. അതായത് നമ്മൾ പോലീസ് സ്റ്റേഷനും അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നീട് നജീബ് ഓർക്കുന്നതായിട്ടാണ് നമ്മൾ പുസ്തകം വായിക്കും. പക്ഷേ ഇവിടെ അവസാനമായിട്ടാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അത് മാത്രമാണോ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അതോ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ? അല്ല, ലീനിയാരിറ്റിയിൽ മാത്രമാണ് വ്യത്യാസപ്പെടുന്നത്. കാരണം നോവലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുസ്തകത്തെ സംബന്ധിച്ച് നമ്മൾ ഒരിടത്തു നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഓർമ്മയിലേക്ക് പോവുക, പിന്നെ എത്ര നേരം കഴിഞ്ഞിട്ടും തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ഒരു സിനിമ പറയുമ്പം നമുക്ക് ആ ലീനിയാരിറ്റി പെട്ടെന്ന് അനുഭവപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ട് വന്ന ആ ഇമോഷണൽ കണക്ഷൻസ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതിനെ നഷ്ടപ്പെട്ടു പോവാതിരിക്കുന്നതിന് വേണ്ടിയാണ് മറ്റൊരു തരത്തിലേക്ക് അതിനെ കൊണ്ടുവന്നത്. മാത്രമല്ല, നമ്മൾ നോവലല്ല സിനിമയിൽ കാണുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ആ കണക്ഷൻസ് മാറ്റി ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നോവൽ വായിച്ച ഓരോരുത്തരും നോവലിൻ്റെ അതേ ക്രമത്തിൽ സിനിമ കാണാനാണ് ചെന്നിരുന്ന് കഴിയുമ്പോൾ തന്നെ അത് അങ്ങനെയല്ല എന്ന് പറയുന്നതോടുകൂടി അത് നമ്മൾ നോവലിൽ നിന്ന് മോചിതനായി നമ്മൾ സിനിമയിലേക്ക് കണക്റ്റ് ആവും. അതുകൂടി അതിന് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ആലോചിച്ച് തീരുമാനിച്ച ഒരു കാര്യമാണ്. കാരണം ഒരു നോവൽ സിനിമയാക്കുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളുണ്ട് എന്നുള്ള ആലോചനയാണ് നമ്മൾ ഏറെക്കാലം നടത്തിയിട്ടുള്ളത്. കാരണം ഇന്നോളം അത്തരത്തിലുള്ള ഇറങ്ങിയിട്ടുള്ള പല സിനിമകളും പരാജയപ്പെട്ടു പോയതിൻ്റെ പഠനം എന്തായിരുന്നു അതിൻ്റെ കാരണമെന്ന് പഠിച്ചപ്പോൾ ഉണ്ടായ തീരുമാനങ്ങളിലാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ലീനിയാരിറ്റിയൊക്കെ കൊണ്ടുവരുന്നതിലൊക്കെ സിനിമയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഡിസ്കഷന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് ബ്ലെസ്സി സാറ് ബെന്യാമിൻ സാറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സിനിമ ആടുജീവിതം എന്നുള്ളൊരു കഥ സിനിമയാക്കാൻ തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതാണോ സംബന്ധിച്ചത്, അതോ എന്തെങ്കിലുമൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഞാൻ ചെയ്യണോ വേണ്ടേ എന്നൊരു? ഒന്ന്, ബ്ലെസ്സി സാറിന് മുമ്പേ തന്നെ ലാൽ ജോസ് എന്നോട് ഈ സിനിമ ചോദിക്കുകയും ഞങ്ങൾ തമ്മിലൊരു തീരുമാനത്തിൽ
ചെയ്യാമെന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. കാരണം അദ്ദേഹം ഇപ്പോൾ ആ സമയത്ത് അറബിക്കഥ എന്ന് പറയുന്ന ശ്രീനിവാസൻ കഥയൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശരി ഒരു സാധാരണ കഥ എന്ന് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചെങ്കിൽ പോലും പിന്നീടാണ് ബ്ലെസ്സി സാർ വരുന്നത്. പക്ഷെ ബ്ലെസ്സി സാറുമായിട്ട് സംസാരിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഈ കഥ എങ്ങനെയാണ് കൺസീവ് ചെയ്തിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണ എനിക്ക് കിട്ടി. അതിൻ്റെ വിഷ്വൽസിനെ സംബന്ധിച്ച്, അതിൻ്റെ ഒരു ബൃഹത് രൂപത്തെ സംബന്ധിച്ച്, എത്രത്തോളം ഈ സിനിമയ്ക്ക് വലുതാവാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ധാരണ അദ്ദേഹം നോവൽ വായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അതാണ്. ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോഴും ഓക്കെയാണ്, ആടുജീവിതം പോലെ ഒരു സിനിമ ചെയ്തിട്ട് എൻ്റെ സിനിമാ ജീവിതം അവസാനിപ്പിച്ചാൽ പോലും സാരമില്ലാത്ത അത്ര പെയിൻ എടുത്ത് ആ സിനിമ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അയാൾ എത്രത്തോളം ഇതിനകത്ത് കൺവിൻസിങ് ആണ്, എത്രത്തോളം ഈ കഥയെ മനസ്സിലാക്കിയിരിക്കുന്നു, ഉൾക്കൊണ്ടു. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും അന്നോളം ഇറങ്ങിയിട്ടുള്ള ബ്ലെസ്സി സാറിൻ്റെ സിനിമകളോടുള്ള ഒരു പ്രേക്ഷകൻ എന്ന നിലയിലുള്ള ഒരു ഉറപ്പ്, ഒരു ഗ്യാരണ്ടി കൂടി ഉണ്ടല്ലോ അദ്ദേഹം നന്നായി ചെയ്യും. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ബ്ലെസ്സി സാറിന് ഞാൻ സിനിമ വിട്ടുകൊടുത്തത്. ബ്ലെസ്സി സാറിനോട് ഈ സമയത്ത് ഭയങ്കര റെസ്പെക്ട് തോന്നുന്നു. കാരണം ഇപ്പം ബെന്യാമിൻ സാർ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ബെന്യാമിൻ സാറിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബ്ലെസ്സി സാറിന് ഒരു വ്യക്തതയുണ്ടല്ലേ, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. കാരണം ഒരു സംവിധാനം സംബന്ധിച്ച് ഇപ്പോൾ അത് സിനിമയാക്കാൻ അല്ലെങ്കിൽ പോലും ഒരു കഥ മുന്നിൽ കിട്ടുമ്പോൾ ഇതിനെല്ലാം ഇത്രയെല്ലാം വലിയ സാധ്യതകളുള്ള ഒരു സാധനമാണെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അതേ ആവേശത്തോടുകൂടി അതുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ വളരെ വേഗം ബന്ധപ്പെടുകയും നമുക്കിത് സിനിമ ചെയ്യണമെന്നുള്ള തീരുമാനത്തിലേക്ക് വന്നത്. അതൊരു സംവിധായകൻ്റെ കഴിവ് തന്നെയാണ്. എന്ന് മാത്രമല്ല അദ്ദേഹം പിന്നെ ആ സ്വപ്നത്തെ ഏറ്റവും പരിപൂർണമാക്കാൻ വേണ്ടിയുള്ള യജ്ഞത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഓക്കെ, കഥ കിട്ടി, പൃഥ്വിരാജിനെ കിട്ടി, ഏറമാനെ കിട്ടി, എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും പെട്ടെന്നൊരു സിനിമ ചെയ്ത് 2-3 വർഷം കൊണ്ട് സിനിമ തട്ടുകൂട്ടി സിനിമ ചെയ്ത് വെച്ച് നമുക്ക് അടുത്ത സിനിമ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹം. അദ്ദേഹം ആ സിനിമയ്ക്ക് കൊടുക്കേണ്ട, നിങ്ങൾ തിയേറ്ററിൽ കണ്ട ആ സിനിമയ്ക്ക് കൊടുക്കേണ്ട എല്ലാ എഫേർട്ടും കൊടുത്ത് അതിൻ്റെ നമുക്ക് സാധ്യമാകുന്ന എല്ലാ പരിപൂർണതയോടും കൂടിയാണ് അദ്ദേഹം അത് ചെയ്തതെന്നുള്ളത്. അതാണ് ഒരു സംവിധായകൻ്റെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരാളെ എൻ്റെ കഥയ്ക്ക് കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇപ്പം പുസ്തകത്തിലേക്ക് വരുമ്പോൾ നജീബുക്കയുടെ ജീവിതത്തിനോട് ചേർന്ന് തന്നെയാണ് പുസ്തകം നിൽക്കുന്നത്. പക്ഷേ ഒരു എഴുത്തുകാർ എന്ന നിലയിൽ ബെന്യാമിൻ സാറിൻ്റെ കുറേ കാര്യങ്ങളും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ, വായനക്കാരിലേക്ക് എത്തിക്കുമ്പോൾ ആസ്വാദന മികവിന് വേണ്ടി പല കാര്യങ്ങളും അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സിനിമയിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ സിനിമാറ്റിക് കാര്യങ്ങൾ ആഡ് ചെയ്യണം. അതൊരു ചർച്ചാ വിഷയം തന്നെ ആയിരുന്നില്ല? കാരണം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം? തീർച്ചയായിട്ടും ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ഞാൻ പറഞ്ഞില്ല, തിരക്കഥയുടെ രചനയിലൊക്കെ നമ്മൾ പല ഡിസ്കഷനിലും ഏർപ്പെട്ടിരുന്ന ഒരാളെന്ന നിലയിൽ എന്തൊക്കെ കളയാം, എന്തൊക്കെ പുതിയതായി ആഡ് ചെയ്യാം. കാരണം സിനിമ എന്ന് വരുമ്പോഴത്തേക്ക് കുറേ കൂടി വിഷ്വൽ എഫക്റ്റാണ്. അപ്പോൾ ആ വിഷ്വൽ എഫക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ, എന്നാൽ മൂലകഥയിൽ നിന്ന് ധാരാളമായി വ്യതിചലിക്കാതെ എന്നാൽ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ട് പല ഡിസ്കഷനും ഉണ്ടാവുകയും അങ്ങനെയാണ് ഇപ്പോൾ സിനിമ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ആ പുസ്തകത്തിൽ നിന്ന് മാറ്റാം, അല്ലെങ്കിൽ സിനിമയിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വേണ്ട, ആവശ്യമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ചിത്രീകരിക്കാൻ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം, പല സങ്കീർണതകൾ കൊണ്ടായിരിക്കാം, മാറ്റപ്പെടാമെന്ന് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, സീനുകൾ എന്തൊക്കെയാണ്? ധാരാളമുണ്ട്, പുസ്തകം വായിച്ച പലർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനകത്ത് ഏറ്റവും തീക്ഷ്ണമായ ഒരു സീനെന്ന് പറയുന്നത് ഈ ആട്ടുംകുട്ടിയുടെ പുരുഷത്വം ഛേദിക്കുന്ന ഒരു സീനുണ്ട്. അത് യഥാർത്ഥത്തിൽ അവിടുത്തെ മസറകളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. നജീബ് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്തപ്പം ബ്ലെസ്സി സാറിന് അത്രയും തീക്ഷ്ണമായ ഒരു മൃഗത്തെ വേദനിപ്പിക്കുന്ന ഒരു സാധനം ചെയ്യണമെന്ന് തോന്നിയില്ല. എന്നോട് പറഞ്ഞു അത് ഞാൻ ചിത്രീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ചില മാറ്റങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സെൻസർ കാരണം എടുത്തു കളഞ്ഞിട്ടുള്ള ചില സാധനങ്ങളുണ്ട് നമ്മൾ ചിത്രീകരിച്ചിട്ട് പോലും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞത്, വായനക്കാരൻ ഒരിക്കലും പുസ്തകത്തിൽ എന്തൊക്കെയാണ് എന്ന് ആലോചിക്കാത്ത വിധത്തിൽ എൻഗേജ് ചെയ്യിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പുസ്തകത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് സിനിമയുടെ വിജയം. അത്തരത്തിൽ വേണം ആ സിനിമ പുറത്തിറങ്ങാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അല്ലാതെ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് അയ്യോ പുസ്തകത്തിലെ അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് ഓർക്കാതിരിക്കുന്നതാണ് സിനിമയുടെ സക്സസ്. ആ തരത്തിൽ ആ സിനിമ വിജയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം ഈ സീൻ ഇല്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമ ഇറങ്ങുന്ന വരെ എൻ്റെ മനസ്സിൽ പല ആശങ്കകളും ഉണ്ടായിരുന്നു. അതായത് മെയിനായിട്ട് ഈ അവസരത്തിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, മെയിനായിട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പുസ്തകത്തിലുണ്ടായിരുന്നു. അതായത് ആടുമായിട്ട് ലൈംഗിക ബന്ധത്തിലെ അതാണ് ഞാൻ പറഞ്ഞത്, സെൻസർ കാരണം അത് നമ്മൾ ചിത്രീകരിക്കുകയും പടത്തിലുണ്ടായാലും ചെയ്തതാണ്, ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ സെൻസർ എയർ സർട്ടിഫിക്കറ്റിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ എയർ സർട്ടിഫിക്കറ്റ് പോയ ധാരാളം കുട്ടികൾക്കൊന്നും പടം കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും.
അപ്പോൾ പിന്നെ അത് നമ്മൾ ഫാമിലിയായിട്ട് ചിത്രം കാണാൻ വരുന്നവരെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അത് എടുത്ത് കളഞ്ഞത്. യഥാർത്ഥത്തിൽ സിനിമയിലുള്ളതാണ്. പക്ഷെ അത് ആ സിനിമയുടെ ആത്മാവിനെ ആത്മാവാണ്, പക്ഷെ സെൻസർ ബോർഡിന് അത് അറിയില്ലല്ലോ. അത് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? അതൊരു സിനിമയുടെ ആത്മാവ് തന്നെ ആയിരുന്നില്ല? ആയിരുന്നു, അത് പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം ആ മെസ്രയിൽ ജീവിച്ച് ചെന്ന ആടുകളോടൊപ്പം ജീവിച്ച് ആടായി തീർന്ന ആടുകളോടൊപ്പം രമിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രം. അങ്ങനെ തന്നെയാണ് സിനിമ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നതും. പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെതായ പരിമിതികൾ, നമ്മുടെ കാഴ്ച സമൂഹത്തിൻ്റെതായ പരിമിതികൾ കാരണമാണത് ഉണ്ടായത്. ചിലപ്പം എന്നെങ്കിലും ഒരിക്കൽ ഇതൊക്കെ കഴിഞ്ഞ് ഈ വിജയമൊക്കെ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഇത് OTT-യിലോ ഏതെങ്കിലുമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആ സീനുകളൊക്കെ ഉൾപ്പെടുത്തിയാവാൻ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ സിനിമയിൽ കുറേ രംഗങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേക്കിനും നമ്മൾ ആലോചിക്കും ഇതെങ്ങനെ ചിത്രീകരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ആശങ്കകൾ കാണും. കാരണം എഴുതി വെക്കാൻ പറ്റും. ഇപ്പം നജീബൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് പൊടിമണൽക്കാറ്റുണ്ടായിരുന്നു, അല്ലെങ്കിൽ പാമ്പുകളുടെ ഒരു കൂട്ടം തന്നെ വരുമ്പോഴത്തേക്കിന് അവിടെ മരണം സംഭവിക്കട്ടെ എന്നോർത്ത് കിടന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ചിത്രീകരിക്കാൻ വേറൊരു കഴിവ് തന്നെ വേണം, അല്ലെങ്കിൽ അത്രത്തോളം ചർച്ച ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചിത്രീകരിച്ചു എന്ന് അതിനാണ് ഇത്രയും സമയം എടുക്കുക എന്ന് പറയുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം മണിരത്നത്തെ പോലൊരു വലിയ സംവിധായകൻ സിനിമ കണ്ടിട്ട് നിങ്ങളിത് എങ്ങനെ ചിത്രീകരിച്ചു എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന സാധനമാണ്. നിങ്ങളത് സിനിമ കുറേ കൂടി ശ്രദ്ധിച്ചാൽ കഴിയാം. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഒരു ആളിനെ സംബന്ധിച്ചറിയാം, ഈ സീൻ ഷൂട്ട് ചെയ്യുമ്പം അതിൻ്റെ പിന്നിൽ ഒരു വലിയ ക്രൂ നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ സീൻ നോക്കൂ, അവിടെ ഒരു കാൽപ്പാട് പോലും ഇല്ലാത്തത്ര വിധത്തിൽ മരുഭൂമിയുടെ ഏറ്റവും പരിപൂർണതയില്ല. അപ്പോൾ എന്തുമാത്രം കെയർ എടുത്തിട്ടായിരിക്കും ആ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറയും. കാരണം ഒരാൾ അല്ലെങ്കിൽ ഒരു തവണ റിപ്പീറ്റ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടും. അങ്ങനെ പോലും അത് അത്രയധികം സൂക്ഷ്മമായി കെയറായി വളരെ സൂക്ഷിച്ചാണ് ഓരോ സീനുകളും എടുത്തിട്ടുള്ളത് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് അതിൻ്റെ ഒരു മികവ്. നമ്മൾ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ പോയിരുന്നിട്ട് ഇങ്ങനെ അന്തിച്ചിരിക്കുക എന്ന് പറയുന്ന ഒരു സാധനം അതാണ്. നമ്മളിപ്പം സിനിമയെ മറന്ന് നമ്മൾ ക്രൂവിനെക്കുറിച്ചും പുറകിലുള്ള ക്യാമറയെക്കുറിച്ചും ഒക്കെ ആലോചിക്കുകയാണെന്ന് വിചാരിച്ചു, അപ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ വലിയൊരു അത്ഭുതം വിടരുമെന്നുള്ളതാണ് ആ സിനിമയുടെ പ്രത്യേകത. ബെന്യാമിൻ സാർ, അപ്പം എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ എന്നെ വളരെ ഞെട്ടിച്ചൊരു സീനാണ്. അതിപ്പോൾ സിനിമ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഞാനത് സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നില്ല. കാരണം ശരീരഭാരം കുറയ്ക്കുന്ന പൃഥ്വിരാജിനെ പറ്റിയും പല വേഷങ്ങളിടുന്നതും നരകയാതന അനുഭവിച്ച പൃഥ്വിരാജിനെ പറ്റിയും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ആ ഒരു സീൻ ചെയ്ത പൃഥ്വിരാജിനെ ഞാൻ എവിടെയും പറഞ്ഞു കേട്ടില്ല. ആ സിനിമ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു ഇത്രത്തോളം ചെയ്യുന്നൊരു? പൃഥ്വിരാജ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിനിമ കഴിയട്ടെ ഞാൻ ചില സീനുകളെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞത് അത്തരം ചില സീനുകളെക്കുറിച്ചാണ്. അത് നമ്മൾ സിനിമ കാരണം നമ്മളത് വെളിപ്പെടുത്തിയില്ല എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ എത്രയാണെന്ന്, നമ്മൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാരം കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മളും അധികമൊന്നും വിശ്വസിച്ചിട്ടില്ല. ശരി, കുറഞ്ഞു. പക്ഷേ ആ സീൻ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാരം എത്ര കുറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ എത്രയായിരുന്നു, എത്രമാത്രം അദ്ദേഹം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്ന്. ഒരു മടൻ അദ്ദേഹത്തിൻ്റെ ശരീരവും ജീവിതവും സമർപ്പിച്ച് സിനിമ ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മലയാള സിനിമയിൽ അത്തരത്തിലുള്ളൊരു സമർപ്പണം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പൃഥ്വിരാജിനെ പോലൊരു നടനെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ ടീമിൻ്റെ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. എന്തായാലും ഇത്രയും നേരം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. സമയത്തിൻ്റെ പരിമിതി മൂലം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്കിത് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു.